ഹായ് 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 ഹായ്. യെസ്. ഓക്കെ, പനി മാറി ഒന്ന് ചോദിക്കുന്നുണ്ട്. മാറി വരുന്നടാ, ഫുള്ളായിട്ട് മാറിയിട്ടില്ല, ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. ഓക്കെ, യെസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉഷാറല്ലേ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ആ ലമി പറയുന്നുണ്ട് ലമിക്ക് പനിയാണെന്ന്. എല്ലാവർക്കും പനിയാടാ, ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എക്സാം ആണ്, അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, പനിയും മറ്റ് അസുഖങ്ങളും, പനി പിന്നെയും കുഴപ്പമില്ല, വലിയ വലിയ അസുഖങ്ങളൊന്നും വരുത്താതെ ശ്രമിക്കുക. യെസ്. പ്രീ ബോർഡിൻ്റെ മാർക്കൊന്നും എങ്ങനെയുണ്ട്? ഇവിടെ മറ്റേ എന്താ പറയുക, കണ്ടിന്യൂസ്ലി എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ കിടപിടിക്കാൻ പറ്റുമോ? ആ പിടിക്കാം, എന്നാ ചോദിക്കാം. യെസ്, കേൾക്കട്ടെ. 181/2 അങ്ങനെ വെച്ചാൽ എന്താ? ബൈ 2. എടാ എനിക്ക് മാത്സ്. ഓ അങ്ങനെ 18. ഓക്കെ, ഞാൻ 181 പേരുണ്ട്. എന്നെ കണക്കറിയാത്തവനെ പറ്റിക്കുന്നോടാ. ഓക്കെ, കെമിസ്ട്രി 25-24. ഗുഡ്, സൂപ്പർ. ഓക്കെ, 24 ദിവസം കൂടി ഉള്ളൂ. യെസ്. പിന്നെ ആരെ വിളിക്കാം? എടാ റീസെന്റ് പറഞ്ഞ നീ ചാറ്റിൽ ഇങ്ങനെ പറയാതെ സയൻസ് ക്ലാസ് ടോപ്പർ. ഈശ്വര, എടാ ഇതൊക്കെ ഉള്ളതാണോ? കഴിഞ്ഞ ആഴ്ച ഞാനിതൊക്കെ കണ്ടു. സ്കൂളിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനോ, അങ്ങനെ ഒരു കുട്ടിയേ ഇല്ല, അങ്ങനെയൊക്കെ പറയൂ. അവ ക്ലാസ്സിലേ കയറാറില്ല, അങ്ങനെയൊക്കെ പറയൂ. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഇതിനെ ഞാൻ കേട്ടു, ഈ ആഴ്ചയും പറയുന്നു. ഈശ്വരാ, അവന് ഞാനൊരു പാൻറ് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, ഫുൾ A1 വാങ്ങിയാൽ. ഓക്കെ, ഈശ്വരാ കൊടുക്കട്ടെ, പൈസ പോവോ? ഓക്കെ, യെസ്. 25-23 കിട്ടി, കൊള്ളാം. മാത്സ് ടോപ്പർ. ഓ ലമിയ അടുത്തത്. മാത്സ് ടോപ്പർ, കെമിസ്ട്രി ടോപ്പർ, ഇതൊക്കെ ഫുള്ളോട്ടോ ഫുൾ. 25-25. ലമിയൻ എന്തായാലും വിളിക്കണം. ലമിയ പറയൂ, കേൾക്കട്ടെ. യെസ്, സത്യമാണോ? ഉള്ളതാണോ ഇതൊക്കെ? ഉള്ളതാണോ? ഓ എനിക്ക് വയ്യ, ഓക്കെ, മാത്സ് ടോപ്പർ, കെമിസ്ട്രി ടോപ്പർ. യെസ് 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 യെസ്. മക്കളെ, ഇത് നമ്മുടെ വിജയം. സബ്സ്റ്റൻസ് വരുന്നത് അല്ലേ? ഓക്കെ. നമുക്ക് മാത്രം കിട്ടിയെന്ന്. യെസ്, അതാണ് വേണ്ടത്, നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഭയങ്കര ജ്ഞാനദൃഷ്ടിയുള്ള ആളാണ്. ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഞാനിങ്ങനെ ധ്യാനം ചെയ്യും, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുന്നു. എനിക്ക് വായ അഹങ്കാരം, ഞാൻ ഇങ്ങനെ പൊങ്ങി പോകുന്നു. വാ താഴെ. ഓക്കെ, യെസ്. പിന്നെ വേറെ ആരെ വിളിക്കാം? ഓക്കെ, ഇതുപോലെ നല്ല നല്ല വിശേഷങ്ങൾ കേൾക്കട്ടെ, ഞാനൊന്ന് പുളകിതനാവട്ടെ, കേൾക്കട്ടെ. യെസ്, ആര്യൻ. അവൻ തള്ളുന്നതാണോ എന്നാണ് എന്റെ സംശയം. അവന്റെ കഥയൊക്കെ നല്ലതാണ്. അല്ല, സത്യം, കെമിസ്ട്രി ടോപ്പർ. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, എന്റെ പിള്ളേരങ്ങനെ മോശമായി പോകാറില്ല. ഇല്ല, ആയിരിക്കും. മാത്സിനും കിട്ടി, കെമിസ്ട്രി കിട്ടി, സൂപ്പർ. ഞാൻ എന്തായാലും ശരത് സാറിനോട് പറയും. സെയിം ആയിരുന്നു. ഡൺ, സെറ്റ്, പവർ. ഡിഫിക്കൽട്ടി ലെവല്. ഓക്കെ, അതിന്റെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു ലെവലിൽ തന്നെയാണ് നിങ്ങളുടെ ബോർഡ്സിനും വരുള്ളൂ. അതിന് മുകളിലേക്കോ താഴേക്കോ വരില്ല. മാത്സ് അല്ല, ബയോളജി. ഓക്കെ, ഫൈൻ. ഓക്കെ, ബയോളജി കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ടല്ലോ, 5 ചാപ്റ്റർ ഉണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ല, സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പാൻറ് എന്തായാലും നീ ഫുൾ A1 വാങ്ങിയാൽ വിന്നേഴ്സിൽ അവൾ എന്നെത്തുന്നോ അന്ന് നിനക്ക് പാൻറ്. ഈശ്വരാ, പാൻറ് വല്ല പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ ആരും വിളിക്കാം? എന്താ? പ്രോമിസ് ആണ്, ഞാൻ തരാം. ഈശ്വരാ, എടാ തരുവടാ, ഞാൻ പറഞ്ഞാ ചെയ്യുന്ന പറഞ്ഞ് ചെയ്തിരിക്കും. ഓക്കെ, യെസ്. എനിക്ക് പാൻറ് കിട്ടുമെന്നോ? ഇല്ല, നേരത്തെ പറയണമായിരുന്നു. എന്താണത്? അതെ, ഞാൻ ലോൺ എടുക്കേണ്ടി വരുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും പാൻറ് വാങ്ങി തരാൻ. ഓക്കെ, എന്തായാലും ഫുൾ മാർക്ക് വാങ്ങി വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. യെസ്. പിന്നെ വേറെ ആരും വിളിക്കാം? ഡോമിന്റെ ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ പറഞ്ഞു, സൂപ്പർ, അടിപൊളി. ഓക്കെ, ആരുഷി, എന്തൊക്കെയുണ്ട് വിശേഷം? കേക്കട്ടെ. സയൻസും SS ടോപ്പറാണ്. കണ്ടോ, എല്ലാം സെറ്റാണ്. ഓക്കെ, പിന്നെ ഏതിലാണ്? SS 80. പക്ഷേ ഇപ്പൊ തന്നെ ശ്രീനാഥ് സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞേനെ. ഓക്കെ, കുഴപ്പമില്ല, സൂപ്പർ, അടിപൊളി, കൊള്ളാം. ഓക്കെ, വിന്നേഴ്സിൽ നിന്ന് ഫെയർവെൽ തരുവാടാ, തരും, എല്ലാം തരും. ഓക്കെ, യെസ്. പിന്നെ വേറെ ആരും വിളിക്കാം? ഇതുപോലെ കുറെ പേരുണ്ട്. ജോ മോനെ,
ജോ എന്തായിടാ, എന്തൊക്കെയുണ്ട് കേക്കട്ടെ, ഇതുപോലെയുള്ള വിശേഷങ്ങൾ കേക്കട്ടെ. ജോ എടാ എന്റെ സമയങ്ങളല്ലേ, ഒന്നും വരുന്നില്ല സാറിന്, എനിക്ക് കാണാനും കേൾക്കാനും പറ്റുന്നില്ല എന്നൊക്കെ. ഓക്കെ, അയ്യോ കുഴപ്പമില്ലടാ, ഞാൻ വരാം. യെസ്, അടുത്തൊരാളിക്ക് പോയി. ആ വന്നു വന്നു വന്നു, അവൻ വന്നു. ഓക്കെ, എന്താണ് സ്ട്രീം കിട്ടി? അതായത് +1ലേക്കുള്ള സ്ട്രീം. ആ ഏതാ കിട്ടി? ബയോമാക്സ് ആണ് ആഗ്രഹിച്ചെടുത്തല്ലേ, ലൈക്ക് വേണമെന്ന് വിചാരിച്ച് കിട്ടിയതല്ലേ? ഫുൾ ഗുഡ്, കൊള്ളാം. ബയോ +1 കൊണ്ട് ബയോ, കെമിസ്ട്രി എടുക്കാൻ ഞാൻ ഉണ്ടാവും. ഡൺ. ഓക്കെ, യെസ്. പിന്നെ പിന്നെ ഒരാളെയും കൂടെ വിളിക്കാം. ആരെ വിളിക്കാം? ഏ കൃഷ്ണപ്രിയ, 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 എന്തൊക്കെയുണ്ട് വിശേഷം കേക്കട്ടെ? ഇതുപോലെ നല്ല വിശേഷം. ഇതുപോലെ വിശേഷങ്ങളൊന്നുമില്ലേ? കെമിസ്ട്രിയിൽ നല്ല മാർക്ക് ഉണ്ട്, മതി, സന്തോഷം. ഓക്കെ, എന്നെ പതപ്പിക്കാൻ പറയുന്നല്ലോ ഇതൊക്കെ, ഇതൊക്കെ സത്യമായിട്ടുള്ളതല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കെമിസ്ട്രിയിൽ മാത്രം വാങ്ങിയാൽ പോരാ, എല്ലാത്തിലും വാങ്ങണം. പക്ഷെ നിങ്ങൾ കെമിസ്ട്രിയിൽ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. മാത്സ് സെറ്റ് ആക്കണം, ഇത്രയും സമയമുണ്ടല്ലോ, നമുക്ക് പൊളിയാക്കി എടുക്കാം, സെറ്റാക്കി എടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ എല്ലാവരോടും കൂടിയിട്ട് ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ ഇപ്പൊ നല്ല ട്രാക്കിലാണ്, റൈറ്റ് ട്രാക്കിലാണ്. നമ്മൾ ഇപ്പൊ തേർഡ് റിവിഷനാണ്. തേർഡ് റിവിഷന് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാണ്, പുതിയ ചോദ്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് എന്താ പറയാ, ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല, ലൈക്ക് ഉണ്ട്, പക്ഷെ എന്നാലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഹയർ റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എല്ലാവിടെയും ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്താൽ പോരാ, ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യണം. ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഇപ്പൊ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്, സൂപ്പർ. ഓക്കെ 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 ഓക്കെ, തുടങ്ങാം തുടങ്ങാം. യെസ്, കെമിസ്ട്രിയിൽ വീക്കായിരുന്നു, ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നൊക്കെ ആരോ പറഞ്ഞു. എനിക്ക് ആളാരെന്ന് കിട്ടിയില്ല. യെസ്, ആൻഡ്രിയ. യെസ് ആൻഡ്രിയ, സെറ്റഡാ, സൂപ്പർ സൂപ്പർ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് ചടപടെ എൻ്റെ കയ്യിൽ 12 ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, എത്ര എണ്ണം തീർക്കാൻ പറ്റും നോക്കാം. നമ്മൾ സാധാരണ 6-7 ക്വസ്റ്റൻ ആണ് തീർക്കാറ്. ഓക്കെ, ഇന്ന് 12 എണ്ണവും തീർക്കാൻ പറ്റുമോ നോക്കാം, അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വീണ്ടും റിവൈസ് ചെയ്യല്ലേ, അപ്പൊ നമുക്ക് വേഗം വേഗം കിട്ടും. യെസ്, തുടങ്ങാം, കം ഓൺ. യെസ്, ഓക്കെ. മുഹമ്മദ് ലിമാൻ പറയുന്നു, ഓക്കെ ഞാൻ ഗോഡ് പ്രോമിസ്, ഞാൻ സയൻസ് ടോപ്പർ ആണ്, പറ്റിച്ചതല്ലാന്ന്. ഓക്കേടാ, സമ്മതിച്ചു, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ. ഓക്കെ, യെസ്. അപ്പൊ 2 ചാപ്റ്റേഴ്സ് ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസും ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം എഴുതി വെച്ചു. പക്ഷെ മക്കളെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. CBSE 2025 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മൊത്തം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ പല സെറ്റ്സ് ഉണ്ട്, ഔട്ട്സൈഡ് ഡൽഹി ഉണ്ട്, അബ്രോഡ് ഉണ്ട്, അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബോർഡ് എക്സാമിനും നിങ്ങൾ ഇതുപോലെ തന്നെ സ്കോർ ചെയ്യും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ഫ്രഷ് പേപ്പർ, കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും എഴുതിയ പേപ്പർ, അതിലത്തെ ചോദ്യങ്ങൾ. ഓക്കെ, അതിൽ കുറേയൊക്കെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്, അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തത് എഴുതിയെടുക്കുക. എടാ, ആൻസർ പറയുന്നതിന് മുമ്പ് എഴുതിയെടുക്കണം, എന്നിട്ട് ആൻസറിലോട്ട് എത്താം. ആൻസർ പറഞ്ഞു റൈസ് ഹാൻഡ് ചെയ്ത് വെച്ചോ, ഞാൻ വിളിക്കാം. ആദ്യം എഴുതിയെടുക്കുക. ഓക്കെ, നമുക്കിനി 2 ക്ലാസ്സസ് കൂടി ഉണ്ടാവും. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന് ഒരു ക്ലാസ്സും, അതുപോലെ തന്നെ എന്താ പറയുക, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സിന് ഒരു ക്ലാസ്സും. അന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ഒരു നോട്ട് ബുക്കിൽ എഴുതാനുള്ളത് ഉണ്ടാകും. ഓക്കെ, അതൊരു ബുക്കിൽ തന്നെ ഉണ്ടാവണം. എന്നിട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് അപ്പം നിങ്ങൾ എഴുതണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യും. ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിലോട്ടാണ് എൻ്റെ വിഷൻ. ഞാൻ ഇങ്ങനെയാണ് നിങ്ങളെ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഉണ്ടാവില്ലേ? എല്ലാ സാധനവും ഇല്ലേ കയ്യിൽ? ഉണ്ടെങ്കിൽ തെറ്റാണ്. യെസ്, ഇനിയുള്ളതും ഉണ്ടാവണം കേട്ടോ, ഉണ്ടാവണേ. യെസ് യെസ്. ഓപ്ഷൻസ് എഴുതണം. ഇത് ഓപ്ഷൻ എഴുതാണ്ട് പറ്റൂലല്ലോ, ഇത് ഓപ്ഷൻ എഴുതുന്ന ക്വസ്റ്റൻ അല്ലേ, ഓപ്ഷൻ എഴുതാതെ പറ്റൂലല്ലോ. കുറേ പേർ ആൻസർ പറയുന്നുണ്ട്, കൊള്ളാം.
യെസ്, ദിസ് വൺ കെയിം ഫോർ മൈ പ്രീ ബോർഡ്. യെസ്, വരുവാടാ, വരും. ഇന്ന് വരുന്ന എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ പരിചയം ഉണ്ടാവും ഓൾറെഡി, ആർക്കെങ്കിലും ഒക്കെ, കാരണം എല്ലാം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് എ കെമിക്കൽ റിയാക്ഷൻ ഡസ് നോട്ട് ഒക്കർ? കെമിക്കൽ റിയാക്ഷൻ നടക്കാത്ത കേസസ് കേട്ടോ, കെമിക്കൽ റിയാക്ഷൻ നടക്കാത്ത കേസസ്. എ ക്വസ്റ്റ്യൻ, മിൽക്ക് ഈസ് ലെഫ്റ്റ് ഓപ്പൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂറിങ് സമ്മർ സീസൺ. ഓക്കെ, സമ്മർ സീസൺ, ഈ ഒക്കർ വിടില്ല കേട്ടോ സാർ, ഈ ഒക്കർ ഒന്ന് ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, ഡ്യൂറിങ് സമ്മർ. Then grapes gets fermented. A question, iron nail is left exposed to humid atmosphere. And last one, melting of glaciers. Okay, മക്കളെ എൻ്റെ ചോദ്യം ഇതല്ല, എൻ്റെ ചോദ്യം, എനിക്ക് ആ കോൺസെപ്റ്റ് വേണം. ഓക്കെ മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒക്കർ കേട്ടോ, ഈ ഒക്കർ കളയും. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം പറ? കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം? പുതുതായി അവിടെ എന്ത് ഫോം ചെയ്യണം? യെസ്, ഒരാളെ വിളിക്കാം. പേര് അമൃത, പറഞ്ഞോടാ. കെമിക്കൽ റിയാക്ഷൻ നടക്കണം, അവിടെ എന്തുണ്ടാവണം? പുതുതായി എന്ത് സാധനം ഉണ്ടാവണം? പ്രൊഡക്റ്റ് ഫോം ചെയ്യണം. യെസ്, പുതുതായി ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന ചേഞ്ചസിനെ മാത്രമാണ് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ്, ഇത് എവിടെന്നാ വന്നതായി നമ്മുടെ നോട്ടിൽ കിടപ്പുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ്, എനി ചേഞ്ച് സാർ. ഓക്കെ, എനി ചേഞ്ച് ഇൻ വിച്ച് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ആർ സെഡ് ടു ബി കെമിക്കൽ ചേഞ്ചസ്. പുതുതായി മോളിക്യൂൾസ് ഉണ്ടാവുക, പുതിയതായി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുക, അത്തരം റിയാക്ഷൻസിനെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുക. ഒരു കെമിക്കൽ ചേഞ്ച് നടന്നാൽ, whenever a chemical change occur, we can say chemical reaction has taken place. ഒരു കെമിക്കൽ ചേഞ്ച് നടന്നാൽ നമുക്ക് പറയാം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന്. ഓക്കെ, ഈ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ. യെസ്, ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. യെസ്, മിൽക്ക് ഈസ് ലെഫ്റ്റ് ഓപ്പൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഡ്യൂറിങ് സമ്മർ. ഓക്കെ, സമ്മർ സമയത്ത്, സമ്മറിൽ മിൽക്ക്, പാല് വെറുതെ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ പാല് പതുക്കെ ചീത്തയായി അല്ലെങ്കിൽ പതുക്കെ കേടായി മാറില്ലേടാ? ആവുമെങ്കിൽ ടാറ്റതാ. യെസ്, കേർഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ? ആണോ? കെമിക്കൽ റിയാക്ഷൻ ആണോ? ആണ്. യെസ്, കെമിക്കൽ റിയാക്ഷൻ ആണ്. സോ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്, ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബി ഓപ്ഷൻ പറയടാ. ഗ്രേപ്സ് ഗെറ്റ് ഫെർമെന്റഡ് കെമിക്കൽ റിയാക്ഷൻ ആണോ അല്ലയോ? പറ, ആരെ വിളിക്കാം? റൈസ് അനിന്ന് വിളിച്ചോ. യെസ്, പേര് കെൽവിൻ, പറയടാ. ഗ്രേപ്സ് ഗെറ്റ് ഫെർമെന്റഡ്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണോ അല്ലയോ? യെസ്, കെമിക്കൽ റിയാക്ഷൻ ആണ്. മക്കളെ, വൈൻ ഉണ്ടാക്കുക എന്ന് കേട്ടിട്ടില്ലേ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? യെസ്, എന്താ ചെയ്യുക? ഈ പറയുന്ന ഗ്രേപ്പിലോട്ട് നമ്മൾ ഷുഗറും ഈസ്റ്റും ഇട്ടിട്ട് അടച്ചു വെക്കും അല്ലെ? അപ്പോ അവിടെ എന്തുണ്ടാവും? അങ്ങനെ നമുക്ക് എന്തുണ്ടാവും? ആ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്ന് അവിടെ നമുക്ക് എന്ത് കിട്ടും? വൈൻ കിട്ടും. ഓക്കെ, വൈൻ ഉണ്ടാവുമ്പോ ആ വൈൻ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കിക്ക് കിട്ടാനുള്ള കാരണം അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എത്തനോൾ ഫോം ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. ഫെർമെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, ആൽക്കഹോൾ ഉണ്ടാവുന്നുണ്ട്, എത്തനോൾ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആയത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, an iron nail is left exposed to humid atmosphere. ഓക്കെ, ഒരു ഇരുമ്പാണി വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്ത് സംഭവിക്കും? പറയടാ. യെസ്, വിളിച്ചോ. ആഷ്ലിൻ, പറയടാ, എന്ത് സംഭവിക്കും? പറ. റസ്റ്റിംഗ് വരും. അത് കെമിക്കൽ റിയാക്ഷൻ ആണോ ഫിസിക്കൽ റിയാക്ഷൻ ആണോ? എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നതും ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലെ? തുരുമ്പ് പിടിക്കും കുറച്ച് നേരം വെറുതെ വെച്ചാൽ, കുറച്ച് നേരമല്ല കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കും. അപ്പൊ അതും എന്നൊരു എക്സാമ്പിൾ ആണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ദെൻ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുരുകുന്നു, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണോ? ആണോ? വിളിക്കാം. യെസ്, അർച്ചന പറയടാ. ഗ്ലേഷ്യേഴ്സ് ഉരുകുന്നു, മഞ്ഞുരുകുന്നു, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണോ? അല്ല, കെമിക്കൽ റിയാക്ഷൻ അല്ല എടാ. ഐസ്, സോളിഡ് ആയിട്ടുള്ള ഐസ് അയ്യോ ഓക്കെ, സോളിഡ് ആയിട്ടുള്ള ഐസ് ലിക്വിഡ് ആയ വാട്ടറായി മാറുന്നു. അത് മാത്രമാണ് എവിടെ നടക്കുന്നത്? മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്, മഞ്ഞ് മലകൾ ഉരുകുമ്പോൾ സംഭവിക്കുന്നത്. അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ലിക്വിഡ് ആയി മാറുന്നു, ഫിസിക്കൽ ചേഞ്ച് ആണ്. പുതുതായി ഒരു പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല, ഒരു സ്റ്റേറ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. സോ ഡി ഈസ് നോട്ട് എ കെമിക്കൽ റിയാക്ഷൻ. സോ അവർ ആൻസർ ഈസ് ഡി, melting of glaciers. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. melting of glaciers.
Melting of glaciers. Yes. In the level question? Application level question. Application level question ഉണ്ടോന്ന് ഇവൻ അല്ലേ മുമ്പും ചോദിക്കാറ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഓക്കെ എടാ എനിക്ക് CBSE തരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ തരാൻ പറ്റുള്ളൂ. ഞാൻ വലിയ ആനത്തല ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് അതൊന്നും നിങ്ങളുടെ എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാ അത് തരുന്നത്? മൻ +1 +2 വന്നോളട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അവസാനം ഇത്ര അപ്ലിക്കേഷൻ വേണ്ടായിരുന്നു എന്ന് പറയരുത്. ആടാ അടിപൊളി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കണം കേട്ടോ. ഓക്കെ എല്ലാവരും സയൻസ് എടുക്കുന്നു, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു, അങ്ങനെ ആവരുത്. ഓക്കെ നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമാണെങ്കിൽ സയൻസ് എടുക്കുക. സയൻസ് എടുത്താൽ അടിപൊളിയാണ്, നല്ല കരിയർ ഓപ്ഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പഠിക്കാനുമുണ്ട്. ഓക്കെ ഇഷ്ടത്തോടെ വരണം. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. യെസ് ഫിസിക്സ് പിന്നെ മാത്സ് അവോയ്ഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സയൻസിൻ്റെ ഫീൽഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കുറേ പേര് സ്ട്രീമിൻ്റെ കാര്യം പറയുന്നുണ്ട്. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയട്ടെ, കേൾക്കുമോ? ഓക്കെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മാത്സ് അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഓക്കെ അതായത് സയൻസ് സ്ട്രീമിൽ തന്നെ വിത്തൗട്ട് മാത്സ് CBSE ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഞാനത് പേഴ്സണലി പ്രിഫർ ചെയ്യില്ല. മാത്സ് പഠിക്കാനുണ്ട് +1 +2 ഇപ്പോൾ 10th നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു 4 times 5 times ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ സയൻസ് സ്ട്രീമിലോട്ട് വരുന്നുണ്ടെങ്കിൽ വിത്ത് മാത്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ മാത്സ് അവോയ്ഡ് ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് ഞാൻ പറയൂല. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് IT റിലേറ്റ് ചെയ്ത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മേഖലകളിലോട്ട് പോവേണ്ടി വന്നാൽ അവിടെയെല്ലാം മാത്സിന് ആവശ്യമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിസിലോട്ട് പോകണമെങ്കിലും മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ബേസിസിലോട്ട് പോകണമെങ്കിലും അവിടെയെല്ലാം മാത്സിന്റെ ബേസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതും +2 മാത്സിന്റെ ബേസ് ആണ് നിങ്ങൾക്ക് ആവശ്യം വരിക. അതുകൊണ്ട് വിത്തൗട്ട് മാത്സ് എടുക്കുമ്പോൾ ഉറപ്പിച്ചെടുക്കുക നിങ്ങൾ എന്താ പറയുക മെഡിക്കൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ടാണ്. മാത്സ് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ആവശ്യം വരില്ല എന്ന് ഉറപ്പിച്ച് മാത്രം എടുക്കുക. അല്ല അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ വിത്ത് മാത്സ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ സയൻസ് ഫീൽഡിൽ പോകുന്നവരോട് മാത്രം. ഓക്കെ ഇല്ല നിങ്ങൾ ആർട്സ് ഫീൽഡാണ് പോകുന്നത്, ദാറ്റ് ഈസ് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പൊളിറ്റിക്സോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും ഒട്ടും മോശമല്ല. അത് മോശമാണെന്ന് ഞാൻ പറയില്ല. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം, നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹം, നിങ്ങളുടെ എയിം എന്താണ്, ഭാവിയിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം, അതിനനുസരിച്ച് വേണം സ്ട്രീം സെലക്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ. യെസ് +1 +2 സയൻസ് സ്ട്രീമാണ് എടുക്കുന്നതെങ്കിൽ കെമിസ്ട്രി കോമൺ ആണ്, കെമിസ്ട്രി ഇല്ലാതിരിക്കില്ല, നമുക്ക് അവിടെ വെച്ച് കാണാം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ സോ ഒരു സ്ട്രീമും ഇഷ്ടമല്ല, അത് മടിയാണ്. അത് മടിയാണ്. ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സാർ. ഓക്കെ സോ കെമിക്കൽ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു, കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളോട് NCERT ടെക്സ്റ്റ് ഒരു തവണ വായിക്കാൻ പറയും. അതിൻ്റെ റീസൺ ഇതാ. ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതോ ഒരു എക്സ്പെരിമെന്റിൽ ഒരു സെന്റൻസിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ അതുകൊണ്ടാണ് NCERT ടെക്സ്റ്റ് പോകുന്നതിന് മുമ്പ് ഒരു തവണ വായിക്കണം എന്ന് പറയാനുള്ള റീസൺ. ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഇതുപോലെയുള്ള വള്ളി ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈ ലിറ്റ്മസ് പേപ്പർ ആക്ടിവിറ്റി അതന്നെ. യെസ് പക്ഷെ അത് ഇറലവൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു മിനിറ്റ്. CBSE എന്താടാ എടാ? CBSE ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ എക്സാമിന് വരുന്നത്. ആ എക്സാമിൻ്റെ CBSE 2025 എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രേ ഉള്ളൂ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇതിനു മുമ്പ് തന്നുകൊണ്ടിരുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതും CBSE ഇറക്കുന്നതാണ്. ഓക്കെ ഞാൻ തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകിൽ പ്രീവിയസ് ഇയർ ആയിരിക്കും അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതും 2019 ശേഷമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻ ഒക്കെ പഴയത് എടുത്തിട്ടുണ്ട്, 2014 അത് വെറൈറ്റി കണ്ടതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ ഈ ഒരു നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, ഗ്യാരണ്ടി. ക്വസ്റ്റ്യൻ എടുത്ത് ഇല്ലടാ അങ്ങനെയൊന്നും വരില്ല. ഓക്കെ ഇതുവരെ ചോദിക്കാത്ത ചോദ്യം അങ്ങനെയൊന്നുമില്ല. ഓക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പുതിയതായിരിക്കും, പക്ഷെ പഴയ കണ്ടന്റ് ഒക്കെ തന്നെയായിരിക്കും. ഈശ്വരാ
ഞാൻ നിന്നെ ആലിമേ നന്നായി വാ, നന്നായി വാ. ഇവൻ എന്നെ ജയിലിലേക്ക് കിടത്തും. എടാ അങ്ങനെയൊക്കെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തണം. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കൂല. എനിക്ക് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, ജയിലിൽ ഉണ്ട കഴിക്കണ്ട. അപ്പോൾ പറയും ഇല്ല സാർ ഇപ്പോൾ അവിടെ നല്ല ഫുഡാണ്, മെനു ഒക്കെ ഉണ്ടെന്ന്. എന്താ നോ. ഓപ്ഷൻസിൽ കെമിക്കൽ ഫോമിൽ എഴുതിയ കുഴപ്പമുണ്ടോ? ഇല്ലടാ കെമിക്കൽ ഫോമിൽ എഴുതിക്കോ, വലിച്ചു വരെ എഴുതണ്ട. കെമിക്കൽ ഫോമിൽ അറിയണേ കാൽസ്യം ക്ലോറൈഡിന്റെ ഏതാ, CaCl2 ആണ്. കാൽസ്യം ഓക്സൈഡിന്റെ CaO ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ CaOH2 ആണ്. കാൽസ്യം കാർബണേറ്റിന്റെ CaCO3 ആണ് കേട്ടോ. Okay, yes. In order to prepare dry hydrogen chloride gas in human atmosphere, the gas produced is passed through a guard tube അല്ലെങ്കിൽ drying tube which contains calcium chloride, calcium oxide, calcium hydroxide, calcium carbonate. Okay, ഏതാ ആൻസർ വരാം? പറ. റൈസ് ആൻഡ് ചെയ്ത് വായോ. ആരെ വിളിക്കാം? യെസ്, അടുത്ത പറയടാ. കാൽഷ്യം ക്ലോറൈഡ് ആണ്, ഉറപ്പിച്ചു. ഓക്കെ, യെസ്. ആർദ്രയോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒരു ടാറ്റ തരാം. എല്ലാവരും ഉണ്ട്, യോജിക്കാത്ത ആൾക്കാരുണ്ട്. ഇല്ല, കുറച്ച് പേര് യോജിക്കുന്നുമില്ല, ഒന്നുമില്ല, മിണ്ടാതിരിക്കുന്നു. ഓക്കെ, വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? ഉണ്ടെങ്കിൽ പറ. വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറ. യെസ്, വേറെ ഏതെങ്കിലും ഉത്തരവുണ്ട്, പറ. മുഹമ്മദ് ലിബാനെ പറടാ. കാൽഷ്യം ഓക്സൈഡ് ആണ്. ശരി. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? 2 ഓപ്ഷനായി. വേറെ ഏതെങ്കിലും ഉണ്ടോ? ആമിറ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോടാ? ഇല്ല, കാൽഷ്യം ഓക്സൈഡ് ആണോ? ആൻസർ എന്താണ്? മോളുടെ ആൻസർ എന്താ പറഞ്ഞു? ക്ലോറൈഡ് ആണ്. ഓക്കെ, ക്ലോറൈഡിൽ തന്നെയാണ്. ഓക്കെ, യെസ്. മക്കളെ, ഈ ക്വസ്റ്റ്യൻ എവിടെന്നാ വന്നേ? ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ഹ്യൂമഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമുക്ക് അവിടെയുള്ള വാട്ടർ കണ്ടന്റിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളൊരു ഗാർഡ് ട്യൂബിലൂടെ പാസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡ്രൈയിങ് ട്യൂബിലൂടെ പാസ് ചെയ്തു. ആ ഡ്രൈയിങ് ട്യൂബിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അവിടെയുള്ള മോയിസ്ചറിനെ, അവിടെയുള്ള വാട്ടറിനെ വലിച്ചെടുക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ്. അപ്പോ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ കേപ്പബിൾ ആയി ഈ പറയുന്ന ഡ്രൈയിങ് ട്യൂബിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ എവിടെന്നാ വന്നേ? നമ്മുടെ ഒരു ലിറ്റ്മസ് പേപ്പറിന്റെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആക്ടിവിറ്റി ഏതായിരുന്നു? 2.9. ഓക്കെ, ആ ആക്ടിവിറ്റിയിൽ ഈ സാധനം ഒരു ചെറിയ സെന്റൻസിൽ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. കിട്ടിയോ? ഓക്കെ, NCERT വായിക്കണം. ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കും. ആക്ടിവിറ്റി 2.9 ആണോ? ഓക്കെ, യെസ്. ഓക്കെ, ആ ഡ്രൈയിങ് ട്യൂബിലുള്ള സബ്സ്റ്റൻസ് ഏതാണ്? കാൽസ്യം ക്ലോറൈഡ് ആണ്, CaCl2 ആണ് കേട്ടോ. ഓക്കെ, തെറ്റരുത്. ഇതിനാണ് NCERT വായിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. ഒരു തവണ വായിച്ചാൽ മതി, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയോളും. ഓക്കെ, അവസാനം പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്, പോകുന്നതിന് മുമ്പ് 1-2 ദിവസം മുമ്പ് ഒരു തവണ ഒന്ന് വായിക്കാം. സോ ദ ആൻസർ ഈസ് കാൽസ്യം ക്ലോറൈഡ്. അതായത് എന്താ സംഭവിക്കുന്നത്? ഈ HCl ഗ്യാസിനെ എന്തിലൂടെ പാസ് ചെയ്താൽ? ഈ പറയുന്ന കാൽസ്യം ക്ലോറൈഡിലൂടെ പാസ് ചെയ്താൽ അതെന്തായി മാറും? ഡ്രൈ HCl ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് എഴുതാം. അതിന്റെ സൊല്യൂഷൻ അവിടെ നിന്ന് എഴുതി വെക്കാം. കാൽസ്യം ക്ലോറൈഡ് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ആൻസർ മാത്രം എഴുതിയാൽ മതി, എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈസ് യൂസ്ഡ് ടു അബ്സോർബ് moisture from air, moisture present in the air. പക്ഷെ അത് നോട്ട് ടു ടീച്ചേഴ്സ് ആണല്ലോ എന്നാ. ഓക്കെ, എടാ സ്റ്റിൽ എന്തായാലും NCERT ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ NCERT ഉള്ളത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എടാ മൊത്തമായിട്ട് എഴുതിക്കോടാ. എടാ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ കാൽസ്യം ക്ലോറൈഡ് എന്ന് എഴുതാൻ വലിയ സമയം വേണ്ടല്ലോ. ഓക്കെ, അത് എഴുതാലും ഇതാ ഇത്ര എഴുതിയാൽ മതി. ഒരു 30 സെക്കൻഡ് അല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എഴുതാലോ.
എഴുതിക്കോ. Calcium chloride is used to absorb moisture present in the air. സ്റ്റേറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലടാ. ലൈക്ക് എക്സാമിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ സ്റ്റേറ്റ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, അതാണ് നല്ലത്. കുംഭമേള ഈശ്വര, ഒന്നിനും നേരമില്ലടാ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ടേ. യെസ്, കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? 12 ക്വസ്റ്റൻ ഉണ്ടെന്ന് എനിക്ക്. 12 ക്വസ്റ്റൻ എടുക്കണം. കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഡാറ്റ നീ കഴിഞ്ഞു. യെസ്, ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നലെ ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻ തന്നു അല്ലേ? അപ്പൊ ഇത് സോൾവ് ചെയ്യണം. വേഗം സോൾവ് ചെയ്തോ, വേഗം സോൾവ് ചെയ്തോ. അല്ലടാ, അല്ലാത്ത സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യാം. കാൽസ്യം ക്ലോറൈഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് പല സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് കാൽസ്യം ക്ലോറൈഡ് ആണ്. അതുകൊണ്ടാണ് ആൻസർ നമ്മളത് യൂസ് ചെയ്തത്. ഓക്കെ, എടാ ജിമ്മിൽ പോക്ക് നിർത്തിയടാ പനി വന്നപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെയാവുന്നത്. ഓക്കെ, സാരമില്ലടാ, നിങ്ങളെ പാക്ക് ചെയ്ത് വിട്ടിട്ട് വേണം പോവാൻ. സമയം കിട്ടുന്നില്ല, പാവം, കഷ്ടപ്പാടും. എന്നെ ട്രോളുന്നു. വൈസി ശരിയാക്കി തരാം. ജയിലിൽ പോണെങ്കിൽ കഞ്ഞി ഉണ്ടെന്ന് പനി. ഗേൾസ് വേഴ്സസ് ബോയ്സ്, എടാ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ചേരുതിരിവില്ല. ഓക്കെ, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എനിക്ക് ഒരുപോലെയാണ്. എല്ലാവരും എന്നെ ട്രോളുന്നു. ഓക്കെ, യെസ്, തുടങ്ങാം. വാടാ. ഡിഫൈൻ ഓക്സിഡേഷൻ, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, ഓക്സിഡേഷൻ എന്താണെന്ന് പറയണം. ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഏത് സബ്സ്റ്റൻസിനാണ് എന്ന് പറയണം. ഓക്കെ, യെസ്, അപ്പോ തുടങ്ങിക്കോ. എന്താണ് ഓക്സിഡേഷൻ? റെയ്സാൻഡി എന്നല്ലാതെ നമുക്ക് വിളിക്കാം. റാൻഡംലി കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം. യെസ്, ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ബാക്കി എന്ന് വിളിക്കാം. യെസ്, റെയ്സാൻഡി ഇത് വരാത്ത ആൾക്കാർ ആരെ വിളിക്കാം? റെയ്സാൻഡി ഇത് വരാത്ത ആൾക്കാർ. യെസ്, ക്രിസ്റ്റി. ക്രിസ്റ്റി പറയടാ. അയ്യോ, ക്രിസ്റ്റി പോയോ? പറഞ്ഞ വശം പോയോ? ഓക്കെ, ആ ക്രിസ്റ്റി ഉണ്ട്. അയ്യോ, വീണ്ടും ക്രിസ്റ്റി. ആ യെസ്, ക്രിസ്റ്റി പറയടാ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നില്ല. അയ്യോ ഈശ്വര, ഈശ്വര. ആ അൺമ്യൂട്ട് ആവുന്നില്ല. അൺമ്യൂട്ടായി, സൗണ്ട് കേൾക്കുന്നില്ല. എന്താണ് പ്രശ്നം? ഓക്കെ, അടുത്ത ആൾ, കുഴപ്പമില്ല. അനശ്വർ പറടാ. അനശ്വർ കൃഷ്ണ, നല്ല പേര്. പറടാ. ആ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി. ഹൈഡ്രജൻ ഈസ് റിമൂവ്ഡ്. വെരി ഗുഡ്. യെസ്, ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് oxidation is a process in which oxygen is added or added to a substance or hydrogen is removed. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതില് നോക്കടാ, CuO plus H2 gives Cu plus H2O. ഓക്കെ, നമുക്ക് മൊത്തമായിട്ട് എഴുതാം. ഇവിടെ കോപ്പർ ഓക്സൈഡ് എന്തായി മാറുന്നു? കോപ്പർ ആയി മാറുന്നു. ഇത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? പറ, ഒരാളെ വിളിക്ക്. എനിക്ക് ആൻസർ അല്ല വേണ്ടത് കേട്ടോ. യെസ്, ശ്രീധർ ശേ പറടാ. റാൻഡംലി വിളിച്ചോ, കുഴപ്പമില്ല. ശ്രീധർ ശേ പറടാ. കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയി മാറുന്നു. ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? റിഡക്ഷൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടന്നത്, അതുകൊണ്ട് അത് റിഡക്ഷൻ ആണ്. വെരി ഗുഡ്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ആള്. ഇവിടെ ഹൈഡ്രജൻ എന്താവുന്നു? വാട്ടർ ആയി മാറുന്നു. യെസ്, അത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? പറ. ജെഫ്രിൻ പറടാ. ജെഫ്രിന് ഇപ്പൊ എന്താ റീസെന്റ് ഒന്നും ഇല്ലാത്ത?
പനി പിടിച്ചവന്. യെസ് ജെഫ്ലിനെ പറടാ. ഓക്സിഡേഷൻ എന്ത് പറ്റി? ഇപ്പൊ എനർജി ഇല്ലല്ലോ, പഴയ പോലെ റീസൺസ് ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ വീക്കും കണ്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായോ? ഉണ്ടായി ഇല്ല. അതാണ് അതാണ്. ഓക്കെ യെസ്. അപ്പോ നോക്കടാ, എടാ ലാസ്റ്റ് ക്ലാസ് ആണ്, മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ മക്കളെ, ഹൈഡ്രജൻ എന്താകുന്നു? വാട്ടറായി മാറുന്നു. ഓക്സിജൻ ആഡായി. അപ്പോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആർക്കാ? ഹൈഡ്രജൻ അല്ലേ? ആണെങ്കിൽ ടാറ്റതാ. യെസ്. സോ ഹിയർ ഹൈഡ്രജൻ ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഹിയർ ഹൈഡ്രജൻ ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കട്ടെ. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷനാ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇത് എന്ത് ടൈപ്പ് റിയാക്ഷനാ? റീസാൻഡ് ഇല്ലാത്ത ബാക്കിന്ന് വിളിച്ചു. ഓക്കെ, റീസാൻഡ് ചെയ്യാതെ പമ്മി ഇരിക്കുന്ന ആൾക്കാരെ വിളിച്ചു. സൈന, സൈന പറയടാ, ഇത് എന്ത് ടൈപ്പ് റിയാക്ഷനാ? റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്നു, അതുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ ആണ്. യെസ്. അടുത്ത ആള്, ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് ആർക്കാ? ശ്രീഹരി പറയടാ, ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് ആർക്കാ? കോപ്പർ. റിഡക്ഷൻ സംഭവിക്കുന്നത് യെസ് കോപ്പർ ഓക്സൈഡ് ആണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, എന്റെ ചോദ്യം ഇവിടത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? ഓക്സിഡൈസിങ് ഏജന്റ്, ഇവിടത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? പറ, ആരെ വിളിക്കാം? ഓക്സിഡൈസിങ് ഏജന്റ് രോഹിത്തെ, ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? ഓക്സിഡൈസിങ് ഏജന്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മൾ പറയാം. ഓക്സിഡൈസിങ് ഏജന്റ് CuO ആണോ H2 ആണോ? CuO ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? The one who get reduced is actually is the oxidizing agent. അതായത് ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അതാണ് നമ്മുടെ എന്ത് വരിക? ഓക്സിഡൈസിങ് ഏജന്റ് വരിക. ഇവിടെ കോപ്പർ ഓക്സൈഡ് കോപ്പറായി മാറുന്നു, അതിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോപ്പർ ഓക്സൈഡ് നമ്മുടെ എന്ത് ഏജന്റ് ആയിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ്. അങ്ങനെയാണെങ്കിൽ പറയടാ, റെഡ്യൂസിങ് ഏജന്റ് ആരാ? റെഡ്യൂസിങ് ഏജന്റ് ആരാ? റെഡ്യൂസിങ് ഏജന്റ് ഇതൊന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ എന്റെ വക, എന്റെ സന്തോഷം. യെസ്, വിളിക്ക്. ഏതോ പറയടാ, ഇവിടത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാ? ഹൈഡ്രജൻ ആണ്. കാരണം ഹൈഡ്രജൻ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ സംഭവിക്കുന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റ്. ഓപ്പോസിറ്റ് ആണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു LIC എടുക്കാൻ വരുന്ന ചേച്ചി, ആ ചേച്ചിക്ക് സ്വന്തം ഒന്നും ഉണ്ടാവില്ല, പോളിസി ഉണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് പോളിസി എടുപ്പിക്കും. അതുപോലെ തന്നെയാണ് ഓക്സിഡൈസിങ് ഏജന്റ്. സ്വയം റെഡ്യൂസ് ആവുന്നു, അപ്പുറത്താളെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. റെഡ്യൂസിങ് ഏജന്റ് അതുപോലെ തന്നെ സ്വയം മറ്റുള്ളവരെ റെഡ്യൂസ് ചെയ്യുന്നു, സ്വയം ഓക്സിഡൈസ്ഡ് ആവുന്നു. കിട്ടിയല്ലോ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ. നീ എഴുതിയെടുത്തേ മൊത്തമായിട്ട്. യെസ് സാർ, റീസൺസ് ഒക്കെ ഒന്ന് ലോവർ ചെയ്തേ. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കുറേ റീസൺസ് ഉള്ളതുകൊണ്ട് ഒന്ന് ലോവർ ചെയ്തേ. യെസ്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇത് ഡൗട്ട്സ് ഉള്ളവരാണോ? യെസ്, ചോദിച്ചോടാ. ഓക്കെ, ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി, അതാ. ക്രിസ്സേ പറടാ. ഗുഡ് ഈവനിങ്. ചോദിച്ചോ. നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് വരിക. ഓക്കെ, യെസ്. ഇത് പ്രൊഡക്റ്റ് അല്ലേ? ഓക്സിഡേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ റിഡക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അടുത്ത ആൾ ദീപകേ പറടാ. സോഡിയത്തിലോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. സോഡിയം ഓക്സിഡൈസ്ഡ് ആവാം, അങ്ങനെ നമുക്കത് പറയാൻ പറ്റൂല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ തന്നിരുന്നു കോപ്പർ ഓക്സൈഡിന്റെ കേസിൽ. ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാം? ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എവിടെ ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റിൽ ചെയ്തു. ഇവിടെ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ റിമൂവ് ആവുന്നു. ഓക്സിജൻ റിമൂവ് ആവുന്നത് കൊണ്ട് അതിനെന്തെന്ന് വിളിക്കാം? റിഡക്ഷൻ എന്ന് വിളിക്കാം. ഇത് റെഡ്യൂസ്ഡ് ആവുന്നത് കൊണ്ട് നമുക്ക് പറയാം സോഡിയത്തിന് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു എന്ന് പറയാം. ഓക്കെ, പക്ഷേ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റൂല. ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ മക്കളെ, വേറെ ഡൗട്ട്സ്? വേഗാവട്ടെ. ലിബാനെ പറടാ.
എടാ ഞാൻ ഇത്രേ പറഞ്ഞോളൂ. നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് പല സബ്സ്റ്റൻസുകളും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ NCERT മെൻഷൻ ചെയ്തത് കാൽസ്യം ക്ലോറൈഡ് ആണ്. അത് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലും കൂടെ ആലോചിക്കണം. ഓക്കെ, വേറെ ഒരുപാട് സബ്സ്റ്റൻസുകളുണ്ട്, പക്ഷേ നമ്മൾ ഏത് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നു അതാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്, NCERT ആണ് ബേസ്. ഒരു കാര്യം NCERT തന്നിട്ടുണ്ട്, അത് റോങ് ആണെങ്കിൽ കൂടിയും NCERT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതാണ് എൻ്റെ രീതി. ഓക്കെ, NCERT ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരും, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരണം. അതാണ് റൂള്. സത്യം. ഓക്കെ, അതാണ് NCERT ആണ് നമ്മുടെ ബൈബിൾ. അടുത്ത ആൾ വേഗോട്ടെ. യെസ്, ഒരു മിനിറ്റ്, ബാക്കിയുള്ളവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാം. അപ്പോഴേക്കും സാർ അവർ ബോറടിക്കും അല്ലെങ്കിൽ. യെസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ കുഴപ്പമില്ല, അത് നമുക്കറിയാം. ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. യെസ്, ഓക്കെ, ക്വസ്റ്റ്യൻ എടുക്കുക. ഡൗട്ട്സ് ചോദിച്ചോ മക്കളെ? ക്വസ്റ്റ്യൻ എടുക്കും. പേര് ജോന. യെസ്, എടാ പ്രൊനൗൺസിയേഷൻ അങ്ങനെയല്ലല്ലോ, എന്തായിരുന്നു പേരിന്റെ പ്രൊനൗൺസിയേഷൻ? മോൻ തന്നെ ജോന തന്നെയാണ്. പറഞ്ഞോ. എല്ലാ കേസിലും റിഡോക്സ് റിയാക്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആവാം, ആവാതെയും ഇരിക്കാം. അങ്ങനെ വരാം. അങ്ങനെ വന്നാൽ അതിനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഒരേ എലമെന്റിന് ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കാം. അത്തരം റിയാക്ഷൻസിനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അത് +1 ലെവലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇപ്പോ ഞാൻ മോന് വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ അടക്കം കാണിച്ചു തരാം. എന്താ H2O2 ഡീകമ്പോസ് ചെയ്ത് H2Oയും O2മായി മാറുന്നു. ഓക്കെ, ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ഓക്സിജന്റെ അവിടെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ടാണ് പറയാ. ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് റിഡക്ഷനുമാണ്. ഓക്കെ, അതായത് ഒരേ ഓക്സിജന് തന്നെ ഇവിടെ ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. ഇത്തരം റിയാക്ഷനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അവിടെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക അങ്ങനെ വെച്ചിട്ടല്ല, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓക്സിഡൈസിങ് ഏജന്റിനെയും റെഡ്യൂസിങ് ഏജന്റിനെയും കണ്ടുപിടിക്കുക. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, ആസ് വെൽ ആസ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ ഒരേ എലമെന്റ് ആയ ഓക്സിജൻ ആണ് എന്ത് സംഭവിക്കുന്നത്, റിഡോക്സ് റിയാക്ഷൻ സംഭവിക്കുന്നത്. ഇത്തരം റിയാക്ഷൻസിനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് +1 +2 പഠിക്കുന്നത്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. വേണ്ട, ഞാൻ മോൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ, അത് വരൂല, നമുക്ക് വരൂല. ഓക്കെ, യെസ്, അടുത്ത ആള് ആരുഷി ചോദിച്ചോടാ മക്കളെ. ഈ ആൻസർ ഞാൻ വായിക്കുന്നുണ്ടേ. ചോദിച്ചോ. അബ്സോർബ്, ഞാൻ എന്താ പറഞ്ഞേ? അബ്സോർബ് മോയിസ്റ്റർ. മോയിസ്റ്ററിനെ അബ്സോർബ് ചെയ്യും. മോയിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത്? വാട്ടറിനെ അബ്സോർബ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ കാൽസ്യം ക്ലോറൈഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ടോ? ഓക്കെ, നമ്മളത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. മോയ്സ്ചറിനെ ഡ്രൈ ചെയ്യാനായിട്ടല്ലേ, വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യും, ക്ലാസ് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ എനിക്ക് തരും കേട്ടോ, അപ്പം തരാം. ഓക്കെ, യെസ് മക്കളെ, നമുക്ക് ഇതിലോട്ട് വരാം, ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. അതിനുശേഷം ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. സോ വൈ ഡു വി ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ ദാറ്റ് സജസ്റ്റ് ദ ബാലൻസിംഗ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? ഓക്കെ, ബാലൻസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. 3 കാര്യങ്ങൾ. ഓക്കെ, യെസ്, പറ, എന്തിനു വേണ്ടിയിട്ടാ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? വെറുതെ രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയരുത്. യെസ്, പറ. യെസ്, ആരെ വിളിക്കാം? പൈസാനിന്ന് വിളിക്കാം. സഹവാരെ പറടാ.
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റൂള്. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ ബാലൻസ് ചെയ്യുന്നത്? ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ നമ്പർ ഓഫ് ആറ്റംസ് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും 4 ഹൈഡ്രജൻ, ലെഫ്റ്റ് സൈഡിൽ 10 ഓക്സിജൻ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും 10 ഓക്സിജൻ. രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് പ്രൈമർലി. ശരിയല്ലേ? ആണെങ്കിൽ തെറ്റതാ. ഓക്കെ, ഇനി അത് ഏത് റൂളാണ് എന്ന് ചോദിച്ചാൽ, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ലോയിന്റെ ബേസിസിലാണ് നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മോൻ പറഞ്ഞ പോലെ, സഹ്വാൻ പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാൾ പറയടാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ? യെസ്, ആരെ വിളിക്കാം? ജീവനെ പറയടാ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? Total mass of reactants will be equal to total mass of products. അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? വേറൊരു സ്റ്റേറ്റ്മെന്റ് വേറൊരാൾ വിളിച്ചേ. യെസ്, അതിന്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. യെസ്, ആരെ വിളിക്കാം? ദക്ഷിണ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റൂടാ? മാസ് ക്യാൻ ഓർ മാറ്റർ ക്യാൻ? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതാണ് കുറച്ചുകൂടെ ഈസി സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ മോൻ പറഞ്ഞ പോലെ, നേരത്തെ ആള് പറഞ്ഞ പോലെ, എന്താ? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും മാസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, സോ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം എന്തിനു വേണ്ടിയിട്ടാണ് ബാലൻസ് ചെയ്യുന്നത് എന്ന് അവിടെ തൊട്ട് തുടങ്ങാം. ഓക്കെ, വി ബാലൻസ് a chemical equation. We balance a chemical equation to get same number of atoms on both sides of an equation. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ രണ്ടാമത് എഴുതുന്നു. Chemical equations are balanced using law of conservation of mass. This law states that ഞാൻ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞത് എഴുതാട്ടോ. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ total mass of reactants is equal to total mass of products. അങ്ങനെയും എഴുതാം. ഞാൻ മടിയനായതുകൊണ്ട് ചെറിയ സ്റ്റേറ്റ്മെന്റ് എഴുതിയെന്ന് മാത്രം. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം? യെസ്, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞെങ്കിൽ തട്ടാന്നേ. യെസ്, ബാലൻസ് ചെയ്യാം. ബായോ. ഓക്കെ, ഇക്വേഷൻ എന്തായിരുന്നു? സർ യെസ്, Zn plus H3PO4 എന്തായിരുന്നു? H3PO4 ഫോസ്ഫറിക് ആസിഡ് അല്ലേ? H3PO4 ആണ്. യെസ്, H3PO4 gives ZnPO4 twice plus H2. ഓക്കെ, കൊടുക്കാം. വാ, ബാലൻസ് ചെയ്യാം മക്കളെ. ഇവിടെ ഒരു സിങ്ക്, ഇവിടെയും ഒരു സിങ്കിന്റെ എണ്ണം പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. 3ഉം 2ഉം വന്നാൽ നമ്മൾ LCM എടുക്കണ്ടേ? 3ഉം 2ഉം വന്നാൽ LCM എടുക്കണ്ടേ? LCM എത്രയാ പറയടാ? 3ന്റെയും 2ന്റെയും LCM എത്രയാ പറ? യെസ്, വിളിക്ക്, കൈകൊണ്ട് അടിച്ചാലും മതി. യെസ്, വിളിച്ചോ. സനീഹ പറയടാ, 3ന്റെയും 2ന്റെയും LCM. എവിടെ? ഇവിടെ ക്വസ്റ്റ്യനിൽ 3 തന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനിൽ 3 തന്നിട്ടുണ്ടോ? സാർ ക്വസ്റ്റ്യൻ തന്നെ.
ക്വസ്റ്റ്യൻ 3 ഉണ്ട്. ഓക്കെ ഓക്കെ ശരിടാ. യെസ് ഓക്കെ. അപ്പൊ ഇവിടെ Z1 3 ആണ്, അപ്പൊ ഇവിടെയും 3 ആണ് കേട്ടോ. കറക്റ്റ് ആണ്. യെസ് ഓക്കെ മക്കളെ 3ന്റെയും 2ന്റെയും LCM എത്രയാണ്? യെസ് കുഴപ്പമില്ല. ഇപ്പൊ ഇത് കറക്റ്റ് ആണ്. ഒരു മിനിറ്റ്, കറക്റ്റ് അല്ലേ ഒന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ. സാർ തന്നെ. ഓക്കെ Zn plus H3PO4 gives Zn3 PO4 twice plus H2. യെസ് കറക്റ്റ് ആണ്. ഓക്കെ പറഞ്ഞോ എത്ര വരും? ആൻഡ്രിയ പറയടാ. 3D 2ന്റെയും LCM 6 ആണ്. ഓക്കെ മക്കളെ 3യെ 6 ആക്കി മാറ്റണം. 3നെ 6 ആക്കാൻ എന്ത് ചെയ്യാം? ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കാം. 2 × 3 6 ആണ്. മനസ്സിലായില്ലടാ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. യെസ് അപ്പൊ ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ 6 എണ്ണം ഉണ്ട്. ഇവിടെ 6 ആക്കണമെങ്കിൽ ഓൾറെഡി 2 എണ്ണം ഉണ്ട്. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും. സോ ഫ്രണ്ടിൽ ഒരു 3 കൊടുത്തു, കഴിഞ്ഞു. ഓക്കെ ദെൻ അടുത്തത് കൗണ്ട് ചെയ്യാം. ഫോസ്ഫറസ് ഇവിടെ 2H3PO4 ആണ്. അപ്പൊ ഇവിടെ 2 ഫോസ്ഫറസ് ഉണ്ട്. ഇവിടെ PO4 twice ആണ് എന്ന് വെച്ചാൽ 2 ഫോസ്ഫറസ് ഇവിടെയുണ്ട്. ഇവിടെയും 2 ഫോസ്ഫറസ്, ഇവിടെയും 2 ഫോസ്ഫറസ്. കുഴപ്പമില്ല. ഓക്കെ മക്കളെ ഓക്സിജൻ ശ്രദ്ധിക്കണം. O4 ആണ്. O4 × 2 ഫ്രണ്ടിൽ 2 ഉണ്ട്. കോഎഫിഷ്യന്റ് 2 ആണ്. സോ 8 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടടാ? PO4 twice ആണ്. 4 ഓക്സിജൻ × 2. അവിടെയും 8 ഓക്സിജൻ. ഇതാണ് എന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റതാ. മക്കളെ ആദ്യമൊക്കെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇത് ബാലൻസ് ചെയ്ത് ശരിയാവുന്നു. ശരിയായില്ലേ? ശരിയായെങ്കിൽ ടാറ്റാന്നേ. അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ മറ്റേ കോളം വരച്ച് പരിപാടി ചെയ്ത് അതൊന്നും വേണ്ട. ജസ്റ്റ് ഇട്ട് നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ നിങ്ങൾ ചോദിച്ചു സാർ ഇത് ക്രോസ് കഴിഞ്ഞ വലിയ സമയത്തെ. ഓക്കെ സാർ ഇത് ഇങ്ങനെ വരച്ചൊക്കെ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് അതിന്റെ ആവശ്യമില്ല എന്ന്. ഓക്കെ അതാണ്. കോൾഡ് പിടിച്ചടാ ഒരു മിനിറ്റ്. ഓക്കെ യെസ് ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേ. യെസ് കൊടുക്കാം. കഴിഞ്ഞോടാ. ഞാൻ കുറച്ച് വേഗം തീർക്കട്ടെ. ഓക്കെ 4 ക്വസ്റ്റൻ ആയിട്ടുള്ളൂ. 12 ക്വസ്റ്റൻ ഉണ്ട്. 12 ഓക്കെ ഡൗട്ട് ഉണ്ട്? ഹാമി ചോദിച്ചോ വേഗോട്ടെ. ഡൗട്ട് എന്താ ഡൗട്ട്? ഈശ്വര ഹാമി വേഗം ചോദിക്കേ. ആ നിർബന്ധമില്ല പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ അല്ലേ? യെസ് ആര്യനെ ചോദിച്ചോ? വേറൊരു ഡൗട്ടും ചോദിച്ചിരുന്നു. കോൾഡ് മാറും എന്തോ ആവി പിടിക്കുന്നുണ്ടാ പക്ഷെ മാറുന്നില്ല. ഓക്കെ പറഞ്ഞോ. കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കല്ലേ, അതിന്റെ ആയിരിക്കാം. ആര്യനെ എന്ത് പറ്റി ചോദിച്ചോ? അപ്പൊ എന്ത് വരും? എടാ അപ്പൊ 3Zn3PO4 twice ആണെങ്കിൽ ഇവിടെ എത്ര ഫോസ്ഫറാറ്റം ഉണ്ട്? ഫോസ്ഫറസിന്റെ എണ്ണം എത്രയാ? 2 × 3 6 ഫോസ്ഫറസ്. ഓക്കെ ഓക്സിജൻ ആറ്റോ 4 × 2 8, 8 × 3 8 × 16 24 ഓക്സിജൻ ആറ്റം ഉണ്ടോ? അതായത് ബ്രാക്കറ്റിൽ ഇടുന്നത് അതിന്റെ താഴെയുള്ള നമ്പർ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രണ്ടിൽ എടാ ഇപ്പോ 3Zn3PO4 twice എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുപോലത്തെ 3 ആറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായോ? ഇതുപോലത്തെ 3 ആറ്റങ്ങൾ ഉണ്ടെന്ന് അർത്ഥം. ശരിയല്ലേ? ഇതാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആയോ? ഓക്കെ യെസ് ഇപ്പോ 3H2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 3 H2 മോളിക്യൂൾസ് ഇതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന അർത്ഥം. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ യെസ് മക്കളെ ഞാൻ ഇത് മാച്ചോട്ടെ. മാറ്റിയാലോ? ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കട്ടെ. യെസ് മക്കളെ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന എന്നാൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് പക്ഷേ ആക്രാന്തം പിടിച്ച് ശ്രദ്ധിക്കാതെ ചെയ്താൽ ചിലപ്പോൾ തെറ്റും. എഴുതിയെടുക്കുക. ഡൗട്ട്സ് ചോദിച്ചോ. ആൻസർ പറയാലോ. ഒരു മിനിറ്റ് ആൻസറിന് വേണ്ടി റീസെൻഡ് ചെയ്യില്ല, ഡൗട്ട്സിന് വേണ്ടി റീസെൻഡ് ചെയ്തോ കേട്ടോ. ഓക്കെ ജോ മോനെ ചോദിച്ചോടാ. അതെ അല്ല അതെ പക്ഷേ നോട്ട്സിന്റെ ഐഡന്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഫസ്റ്റ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്
എടാ കെമിക്കൽ റിയാക്ഷൻ അവിടെ സ്റ്റേറ്റിൽ ചേഞ്ച് എന്താ പറയുക, ഒരു റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാം എന്ന് മാത്രമേ പറയുള്ളൂ. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രം അതൊരു കെമിക്കൽ റിയാക്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളത് പഠിച്ചു വരുമല്ലേ. പഠിച്ചു വരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷനിലെ സ്റ്റേറ്റ് മാത്രം ചേഞ്ച് ചെയ്താൽ പോരാ, അവിടെ എന്തുണ്ടാവണം? ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവണം. ഓക്കെ, യെസ്. അടുത്താണ് കെനത്തെ. എടാ ഇതെന്താ പകുതി അവൻ അവിടെയും പകുതി ഇവിടെയും? ആ, പകുതി കൈ ഇവിടെയും തല അവിടെയും, അതെന്താ അങ്ങനെ? കെനത്തെ പയാ ഇല്ല, കിട്ടുന്നില്ല. കുഴപ്പമില്ല. അടുത്താള് ശ്രീരി മോനെ പറയടാ. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. ലോ ഓഫ് കെമിക്കൽ ഇക്വേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അങ്ങനെ എഴുതരുത്. മാസ് ഓഫ് റിയാക്ടൻസ്, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ്, അങ്ങനെ വേണം കേട്ടോ. ഓക്കെ, യെസ് മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബാക്കി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ ഈസ് വാഷിംഗ് സോഡ ഒബ്റ്റൈൻഡ് ഫ്രം സോഡിയം ക്ലോറൈഡ്? ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഓക്കെ, ആൻസർ പറഞ്ഞു. വാഷിംഗ് സോഡ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? സോഡിയം ക്ലോറൈഡിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? പറഞ്ഞോ. യെസ്, അദ്വൈതേ പറടാ. പറഞ്ഞോ. എന്താ? കേട്ടില്ല. ക്ലോറാൽക്കലി പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എന്താ വേണ്ടേ? വാഷിംഗ് സോഡയാ വേണ്ടേ. അപ്പൊ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യും? വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ. നമുക്ക് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. ആരുടെ? വാഷിംഗ് സോഡയുടെ. പക്ഷെ പ്രിപ്പയർ ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? സോഡിയം ക്ലോറൈഡിൽ നിന്നാണ്. കുഴപ്പമില്ല, ആലോചിക്കുക. അടുത്താള്. ഇത് തന്നെയാണ് കൺഫ്യൂഷൻ. കുറച്ച് അല്ലല്ല, റൈസാൻഡി വിളിക്കാം. പറ സഹല, പറയടാ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ആദ്യം സോഡിയം ക്ലോറൈഡിനെ പറഞ്ഞോ. അയ്യോ കേൾക്കണില്ല, ഒന്ന് അടുത്തിരുന്നേ, കുറച്ച് ഉറക്കെ പറയൂ. ക്ലോറാൽക്കലി പ്രോസസ് ചെയ്യും. എന്നിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് എണ്ണ ആവശ്യം കിട്ടും. ശരി, എന്നിട്ട് അല്ല, എണ്ണ ആവശ്യം പിന്നെ എനിക്ക് കേൾക്കുന്നില്ല പറയുന്നത്. എണ്ണ ആവശ്യം പിന്നെ ഓക്കെ, ഇത് വളഞ്ഞ പരിപാടിയല്ലേ. ഇത് NCERT നമ്മൾ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ക്ലോറാൽക്കലി പ്രോസസ്സ് പറയുന്നുണ്ട്. ഓക്കെ, NCERT എന്താ ഉദ്ദേശിച്ചത്? ഇതല്ലാത്ത വേറെ ആൻസർ തരാമോ? യെസ് സാറി, അറ്റാറ്റ് തരുന്ന ആ ആളെ വിളിക്കാം. അവന്തിക ഒന്ന് പറഞ്ഞടാ. ഇതല്ല NCERT ആവശ്യം. NCERT ഇതല്ല വേണ്ടേ. സോഡിയം കാർബണേറ്റിനെ റീക്രിസ്റ്റലൈസ് ചെയ്താൽ, അതായത് Na2CO3. മക്കളെ വാ. സിമ്പിൾ ക്വസ്റ്റ്യൻ. വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഇക്വേഷൻ എന്താ? പറ. യെസ്, ഞാൻ ആൻസർ വിട്ടു. വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഇക്വേഷൻ എന്താ? പറ. ഓക്കെ, എടാ ലെവല് കൂടി ക്വസ്റ്റ്യൻ വേണമെന്ന് ചോദിച്ചാൽ ഡോൺ മോനെ വാടാ. ഓക്കെ, പറഞ്ഞേ, എവിടെ അവൻ? മോനെ പറടാ. പറഞ്ഞോ, എങ്ങനെ പ്രിപ്പറേഷൻ? എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അല്ലല്ല, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? NaCl നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അമോണിയം ക്ലോറൈഡ്. എനിക്ക് മൊത്തം പ്രോസസ് വേണം. കഴിഞ്ഞ വല്ലതും ചോദിച്ച ചോദ്യാ. അപ്പൊ എന്ത് കിട്ടും? എന്നിട്ട് ഇല്ല, അവിടെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഒരു സ്റ്റെപ്പ് മിസ്സായി.
3 സ്റ്റെപ്പ് വേണം. ഒരു സ്റ്റെപ്പ് മിസ്സായി. അതേതാ? വാട്ടർ ആഡ് ചെയ്യല്ല, വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ്, റീക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, വാ 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 എല്ലാവരും വന്നേ, എല്ലാവരും തൊട്ട്, ഞാൻ ജയിച്ചു. വാ. ഓക്കെ, യെസ് മക്കളെ, വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ Na2CO3.NH2 അല്ലേ? ആണെങ്കിൽ തെറ്റാന്നേ. ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നത് ഏതിൽ നിന്നാ? Na2CO3 Na2CO3 ദാറ്റ് ഈസ് ഏത്? ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയിലോട്ട് വാട്ടർ ആഡ് ചെയ്യുക. അപ്പൊ വാട്ടറിൽ റീക്രിസ്റ്റലൈസേഷൻ, ഈ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അവിടെ റീക്രിസ്റ്റലൈസേഷൻ നടക്കും. ഓക്കെ, റീക്രിസ്റ്റലൈസേഷൻ നടന്ന് നമുക്ക് എന്ത് കിട്ടും? Na2CO3.NH2 കിട്ടും. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, ബേക്കിംഗ് സോഡയിലോട്ട് വാട്ടർ ആഡ് ചെയ്യുക, അപ്പൊ റീക്രിസ്റ്റലൈസേഷൻ നടക്കും, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? വാഷിംഗ് സോഡ കിട്ടും. പക്ഷെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് എവിടെന്നാ? സോഡിയം ക്ലോറൈഡിൽ നിന്നാ. ഓക്കെ, സോഡിയം ക്ലോറൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ മക്കളെ ഈ Na2CO3 എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പറ 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 പറ. യെസ്, ആ പൃഥ്വിനെ കറക്റ്റ് ആണോ? പറഞ്ഞു. NaCl. യെസ് പൃഥ്വിനെ പറഞ്ഞോ. യെസ്, Na2CO3 plus H2O plus CO2 plus NH3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വെരി ഗുഡ്. യെസ്, ദാറ്റ് ഈസ് NaHCO3യും, അതായത് സോഡിയം ബൈകാർബണേറ്റും, പിന്നെ എന്തും കിട്ടും? NH4Cl കിട്ടും. അതായത് സോഡിയം ബൈകാർബണേറ്റും ആരെയും കിട്ടും? NH4Cl, ദാറ്റ് ഈസ് സോഡിയം അമോണിയം ക്ലോറൈഡും കിട്ടും. ഓക്കെ, ഇനി ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. ഓക്കെ, ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. അതായത് NaHCO3നെ ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പറ. യെസ്, അവനെ തന്നെ വിളിക്കാം. പൃഥ്വിനെ പറഞ്ഞോടാ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യെസ്, അല്ല, Na2CO3 പ്ലസ് H2 അല്ലല്ലോ, ബാലൻസ് ചെയ്ത് വരുമ്പോൾ Na2CO3യും H2ഉം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടും ഉണ്ടാവും. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ അല്ലെ? ഇനി അതിനെ ബാലൻസ് ചെയ്യാം. വേണ്ട, ബാലൻസിങ് ആണ് നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? Na2CO3 കിട്ടി. ഈ Na2CO3യിലോട്ടാണ് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നത്? Na2CO3യിലോട്ടാണ് എന്ത് ആഡ് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്യുന്നത്. അങ്ങനെ വാട്ടർ ആഡ് ചെയ്താൽ അവിടെ റീക്രിസ്റ്റലൈസേഷൻ നടത്തും. ഈ പറഞ്ഞ പോലെ റീക്രിസ്റ്റലൈസേഷൻ നടക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് Na2CO3.NH2 കിട്ടും. പ്രോസസ്സ് മനസ്സിലായെങ്കിൽ തെറ്റാ നീ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ മെത്തേഡ്, ആദ്യം പറഞ്ഞ മെത്തേഡ്, ഓക്കെ, അതായത് ക്ലോറാൽക്കലി പ്രോസസ്സ് വഴി ചെയ്യുന്നത്. ഓക്കെ, ഞാനത് നോക്കിയിട്ടില്ല. ബട്ട് നമ്മളോട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ മെത്തേഡാണ്. സോ ഇതായിരിക്കും റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ ഇതിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തെറ്റതാ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഡിയം ക്ലോറൈഡിൽ നിന്ന് പ്രിപ്പറേഷൻ ആണ്. സോഡിയം ക്ലോറൈഡിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരെയാണ്? Na2CO3, ബേക്കിംഗ് സോഡേനെയാണ്. ബേക്കിംഗ് സോഡയിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ വേണ്ട, എന്താ പറയാ, നിങ്ങൾ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. എക്സ്പ്ലനേഷൻ ഇതേ കാര്യം സെന്റൻസിൽ എഴുതിയാൽ മതി. ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, എന്താ ഹാട്ടിയായിട്ട് കൈ പോയിന്ന്? ഓക്കെ, അവനെന്ന് വിളിച്ച് ഋഷിത എന്ത് പറ്റിയടാ? ആൻസർ പറയാൻ കൈയാട്ടിയതാണോ അതോ വേറെ എന്തെങ്കിലാണോ? ഡൗട്ടാണോ? ചോദിച്ചോ. ആൻസർ പറയാനാണോ? ഓക്കെയാണോ? കുഴപ്പമില്ല, ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കും. വിഷമിക്കല്ലേ നീ? ഓക്കെ, യെസ്. എടാ, ഞാൻ റൈസ് ആൻസർ ഓവർ ചെയ്യുന്നുണ്ട്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോയി. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, 1 മിനിറ്റ്. ഓക്കെ, ശ്രീധി ചോദിച്ചോ. മൂന്നും വേണം. അതാണ് ഞാൻ ഡോണിനോട് പ്രശ്നം പറഞ്ഞത്. അതാണ് അവൻ ഈ ഇക്വേഷൻ മിസ് ചെയ്തു. ഓക്കെ, NaHCO3 ആദ്യം എന്ത് ചെയ്യുന്നു? Na2CO3 ആക്കുന്നു. അതിലോട്ട് പിന്നെ വാട്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ അവൻ രണ്ടും പറഞ്ഞു കേട്ടോ. ഇതും പറഞ്ഞു. ഇത് മാത്രമേ മിസ് ചെയ്തുള്ളൂ. സ്റ്റിൽ കുഴപ്പമില്ല.
യെസ്, അടുത്താണ് പേര് അനീകെ, പറടാ എന്തു പറ്റി? ഓക്കെ, നോക്കടാ. NaCl മകളെ ശ്രദ്ധിച്ചിരിക്കുന്ന ബാക്കിയുള്ളവര്. ഓക്കെ, നമുക്ക് NaCl നിന്ന് ഈ പറയുന്ന വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് എന്റെ വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ Na2CO3.10S2 ആണ്. നമ്മൾ പഠിക്കുന്ന വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ ബേക്കിംഗ് സോഡയിലോട്ട് വാട്ടർ ആഡ് ചെയ്യുക. അപ്പൊ അവിടെ എന്താ പറയാ, റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും, വാഷിംഗ് സോഡ കിട്ടും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സോഡിയം ക്ലോറൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സോഡിയം ക്ലോറൈഡിലോട്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയം ആഡ് ചെയ്താൽ സോഡിയം ബൈകാർബണേറ്റും NH4Cl ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡും ഫോം ചെയ്യും. ഈ സോഡിയം ബൈകാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ അവിടെ സോഡിയം കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഈ സോഡിയം കാർബണേറ്റിലോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് റീക്രിസ്റ്റലൈസേഷൻ നടന്ന വാഷിംഗ് സോഡ ഉണ്ടാവുന്നത്. കിട്ടിയോ? ഓക്കെ ആണെങ്കിൽ ടാറ്റാ നീ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? എഴുതി കഴിഞ്ഞെങ്കിൽ ടാറ്റാ നീ. യെസ്, മുകളിലുള്ള സാറമാൻ എൻ്റെ മക്കളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ സമയം 8:34. ഓ, സമയം വൈകി. ഓക്കെ, 8 എന്താ പറയാ 8:39 വരെ ചോദിക്കാം. യെസ്, ആരെ വിളിക്കാം? വിനായകേ, എടാ ഓക്സിഡേഷൻ ഓക്കെ. അടുത്ത ആൾ അർച്ചന. റിഡക്ഷൻ. ഓക്കെ, അടുത്ത ആരോണേ? 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 ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. അടുത്താണ് സ്വാതി. സ്വാതി. സ്വാതി മോളെ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is when oxidation and reduction takes place simultaneously in chemical reaction. Okay, very good. So next one. Anna. Anna. Anna, unmute ചെയ്യടാ. അതിഥി. അതിഥി. എടാ, ഓക്സിഡൈസിങ് ഏജന്റ് എന്ത് സംഭവിക്കും? ഓക്സിഡൈസിങ് ഏജന്റിന് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നടക്കുക? ഓക്സിഡൈസിങ് ഏജന്റിന് എന്ത് സംഭവിക്കും? കേൾക്കുന്നില്ല. റിഡക്ഷൻ സംഭവിക്കും. ഉറപ്പിച്ചു പറ. അടുത്ത ആള് ദീപക്കേ. എടാ, ഒരു എന്താ പറയാ കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? കളർ ചേഞ്ച് പോരാ. അല്ല, അത് ഐഡന്റിഫിക്കേഷൻ ആണ്. അവിടെ ഒരു പ്രൊഡക്റ്റ് പുതുതായി ഫോം ചെയ്യണം. ഓക്കെ, പ്രൊഡക്റ്റ് പുതുതായി ഫോം ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്താണ് പേര് ശ്രീനിധി. ശ്രീനിധി, വേറെ എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞേ? യെസ്, കുഴപ്പമില്ല. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ പ്രോസസ് ഇൻ വിച്ച് ഓക്സിജൻ ഈസ് ആഡ് ടു എ സബ്സ്റ്റൻസ്. അടുത്താണ് പ്രയാഗ്. യെസ്, പ്രയാഗേ. എടാ, എന്താ പറയാ
ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാ? ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാ? അല്ല. അടുത്ത ആള് ക്രിസ്മ. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് കാൽഷ്യം ക്ലോറൈഡ്. അടുത്ത ആള് ആയിഷ, ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന റൂൾ ഏതാ? ലോ ഏതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്ത ആള് ആൻഡ്രിയ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പേര്? വെരി ഗുഡ്, യെസ്. അങ്ങനെയാണെങ്കിൽ മുകളിലുള്ള സാറന്മാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവസാനിപ്പിക്കാം. നമുക്കൊരു ചെറിയ ബ്രേക്കിലോട്ട് പോകാം. ഒരു കുട്ടി ബ്രേക്ക് പോയി വാ.